ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായി മാറിയിരിക്കുകയാണ് ആടുജീവിതം. 5-ാം ദിവസത്തെ കേരള കളക്ഷൻ ട്രാക്ഡ് റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 5-ാം ദിവസം തിങ്കളാഴ്ചയാണ്. നോർമലി മൺഡേ ടെസ്റ്റ് പാസ്സാവുമോ എന്നുള്ളതാണ് ഓരോ സിനിമയുടെയും ചോദ്യം വരുമ്പോൾ ഇവിടെ ഞായറാഴ്ച തന്നെ മൺഡേ ടെസ്റ്റ് പാസ്സായി എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഇന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 1047ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2 ലക്ഷത്തിനടുത്താണ് ആളുകൾ കാണാൻ ഉണ്ടായിരുന്നത്. ഇന്ന് സ്വാഭാവികമായി ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സാധാരണ സിനിമകൾ വരുന്നത് അതിൻ്റെ ഒരു വലിയ ആദ്യ ദിനങ്ങളിലെ കളക്ഷനാണ് ഇന്നത്തെ ഇടിവ് ദിവസം ആടുജീവിതം കേരളത്തിൽ നിന്ന് നേടുന്നത്. ഇതുവരെ 65% മുകളിലാണ് ഒക്യുപ്പൻസി. ഇപ്പോൾ 50-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു. ഇതുവരെ ലഭിച്ചിരിക്കുന്നതനുസരിച്ച് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 2,86,00,000 രൂപയാണ്. അതായത് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം ഒരു 38% ഇടിവ് തന്നെയാണ്. സ്വാഭാവികം മാത്രം എന്ന് തന്നെ പറയാം. ഇന്നലെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 5,64,00,000 രൂപയായിരുന്നു. ഏകദേശം 6.5 കോടിക്ക് മുകളിലായിരുന്നു ഇന്നലെ ഞായറാഴ്ചത്തെ കളക്ഷൻ എന്നുള്ളത്. ഇന്നലെ കൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറി ആടുജീവിതം എന്നുള്ളതാണ്. ഇന്ന് ആ ഒരു ചെറിയ ഇടിവുണ്ടെങ്കിലും ഇന്നും സിനിമയ്ക്ക് 3.5 കോടിയോളമായിരിക്കും കേരള കളക്ഷൻ വരാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മലയാള സിനിമ തകർത്താടിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും. ഇന്നലെ കൊണ്ട് തന്നെ സിനിമ 65 കോടിക്ക് മുകളിലായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ വന്നത്. അതായത് ആദ്യ 4 ദിവസവും 15 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ശരാശരി കളക്ഷൻ വന്നത്. ഇന്ന് അതിൻ്റെ താഴേക്ക് പോകുമെന്നുള്ളതിന് സംശയങ്ങളില്ല. വേൾഡ് വൈഡായിട്ട് 10 കോടിയോളമായിരിക്കും അല്ലെങ്കിൽ 11 കോടിയോളമായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ദിവസം കൊണ്ട് സിനിമ 74-76 കോടിയിലേക്ക് എത്തും. ആ റേഞ്ചിലായിരിക്കും സിനിമ നിൽക്കുന്നത്. അതായത് വരുന്ന ആഴ്ച ശനിയാഴ്ചയ്ക്ക് മുമ്പായി തന്നെ സിനിമ 100 കോടിക്ക് മുകളിലേക്ക് കയറുമെന്നുള്ളതാണ്. ഒരു വമ്പൻ ബഡ്ജറ്റിലേക്ക് വരുന്ന സിനിമ തന്നെയാണ്. 82 കോടിയോളമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി വന്നിരിക്കുന്നത്. ആ ഒരു ബഡ്ജറ്റിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും തൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു അല്ലെങ്കിൽ സിനിമയാണ് ആടുജീവിതം എന്ന് തന്നെ പറയാം. ഇവിടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പോകുകയാണ് ആടുജീവിതം. നാളെയും അഡ്വാൻസ് കളക്ഷൻ 1 കോടിക്ക് അടുത്തുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഗ്രേറ്റ് മീഡിയാസ്.